ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സഭാമാതാവ് ഇന്ന് നമ്മുടെ വചനവിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. 26-ാമത്തെ വാക്യം സഭ നമ്മളെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ പിന്തുടരട്ടെ. ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകരും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ഈശോയെ ശുശ്രൂഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ മാത്രം അവനെ പിന്തുടർന്നാൽ മതി എന്ന് ദൈവം വ്യക്തമായിട്ട് നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈശോയെ ശുശ്രൂഷിക്കുന്നവർക്ക് മാത്രമായിരിക്കും അവനായിരിക്കുന്നിടത്ത് അവനോടൊപ്പമായിരിക്കാനുള്ള അവകാശം ലഭിക്കുക. അങ്ങനെ ഈശോയെ ശുശ്രൂഷിക്കുന്നവരെ മാത്രമേ പിതാവ് ബഹുമാനിക്കുകയുള്ളൂ. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് നമ്മുടെ ദൈവത്തെ ശുശ്രൂഷിക്കാനായിട്ട് അവനെ പിന്തുടരാം. അവനെ ശുശ്രൂഷിക്കാനായിട്ട് പിന്തുടരുമ്പോൾ അവൻ നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാം. ശുശ്രൂഷിക്കപ്പെടേണ്ടവർ എന്താഗ്രഹിക്കുന്നു എന്നറിഞ്ഞാൽ മാത്രമേ ശുശ്രൂഷകർക്ക് ശരിയായ വിധം ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഈശോ നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ ഈശോയുടെ ഹിതമനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ അവൻ്റെ പാദാന്തികത്തിൽ ഇരുന്നാലേ അതിന് സാധിക്കൂ. അവൻ്റെ കൂടെ ആയിരുന്നാൽ മാത്രമേ അതിന് സാധിക്കൂ. അവൻ്റെ പാദാന്തികത്തിൽ മറിയം ഇരുന്ന് അവനെ കേട്ടതുപോലെ, അവൻ്റെ അടുക്കലായിരുന്നതുപോലെ നമുക്കും അവൻ്റെ പാദാന്തികത്തിലിരുന്ന് അവൻ്റെ അടുത്തിരുന്ന് അവനോട് ചോദിക്കാം അവൻ എന്താഗ്രഹിക്കുന്നു, നമ്മിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു എന്ന്. എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമുക്ക് യഥാർത്ഥ ശുശ്രൂഷകരായിട്ട് മാറ്റപ്പെടാം. അങ്ങനെ അവനായിരിക്കുന്നിടത്ത് ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.